സുനിത ഒരു എക്സ് കൺവിക്റ്റ് ആയതുകൊണ്ട് സുനിത പറഞ്ഞതൊന്നും അതിന്റെ ഗൗരവത്തിലെടുക്കാനാവില്ല എന്നാണ് നമ്മുടെ ഇടത് സഹയാത്രികൻ പറയുന്നത്. ഞാൻ കേട്ടു മിസ്റ്റർ ജയരാജ് പറഞ്ഞതുപോലെ ഞാൻ ഇത് കൺവിക്റ്റ് ആണ്, ഞാൻ നുണ പറഞ്ഞതാണെന്ന് തന്നെ കരുതാം. പക്ഷെ 392 അല്ലെങ്കിൽ 402 ആ വകുപ്പ് ശിക്ഷാവിധിയിലുള്ള ഒരാൾക്ക് 2 വർഷം കഴിയാതെ പരോൾ അനുവദിക്കില്ല. 1 വർഷം കഴിയുമ്പോഴേക്കും ചെറുന്ന് പരോൾ അനുവദിച്ചു. മാത്രമല്ല, സാധാരണ ഒരു വ്യക്തി പരോൾ അധികരിച്ച് പുറത്തു നിന്നാല്, അതായത് പരോൾ വിട്ടിട്ട് ഇപ്പൊ നമുക്ക് ഇന്നേ ദിവസം ഇത്ര മണിക്ക് ജയിലിൽ ഹാജരാവണമെന്നുണ്ടാവും. ആ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഷെറിൻ പരോൾ അധികരിച്ച് പുറത്തു നിന്നിട്ട് ഷെറിന് വീണ്ടും അടുത്ത പരോൾ യാതൊരു ബാധ്യതകളോ തടസ്സങ്ങളോ ഇല്ലാതെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എമർജൻസി പരോളിന് കൊടുത്ത റിപ്പോർട്ടിൽ കളവാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും വീണ്ടും ഷെറിന് ഓർഡിനറി പരോളും എമർജൻസി പരോളും സുലഭമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അന്ന് പ്രദീപ് സാർ വൈകുന്നേരം ഒരു സെക്കൻഡ് കാര്യം എന്ന് വെച്ചാൽ, നേരത്തെ മുഹമ്മദ് ഷിയാസ് പറഞ്ഞ വാദം അവിടെ പൊളിയാണ്. 2 വർഷത്തിനകത്ത് വെച്ച് ഇവർ പരോൾ അനുവദിച്ചെന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസ് സർക്കാരിന്റെ കാലത്താണെന്നൊന്ന് പ്രത്യേകം നോട്ട് ചെയ്തേക്കുക. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് ഈക്വലി റെസ്പോൺസിബിൾ ആണെന്ന്. യുഡിഎഫ് സർക്കാരും എൽഡിഎഫ് സർക്കാരും ഈക്വലി റെസ്പോൺസിബിൾ ആണ്. ഒരു വർഷം 30 ദിവസം വരെ ആവാം. 1 വർഷം 30 ദിവസം വരെ ആകാം. അതാണ് ശരി. ഓക്കെ സുനിത കണ്ടിന്യൂ. ഞാൻ പരിശോധിച്ചിട്ടാ പറയുന്നത്. DAG അവിടെ പ്രദീപ് സാർ വന്നു പോകുന്നതിനെ കുറിച്ച് ഞാൻ അന്ന് തന്നെ DGP സെൻകുമാറിന് ഞാൻ പരാതി കൊടുത്തിരുന്നു. അന്ന് ഞാൻ പറഞ്ഞത് നുണയാണ്, ഇനിയിപ്പോ സഹതടവുകാരി നുണ പറഞ്ഞതാണെന്ന് DAG ഇത് പ്രദീപ് സാറിന് അത്രയ്ക്ക് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ ജയരാജിന് അറിയുന്നതിനേക്കാൾ കൂടുതൽ നിയമവശങ്ങൾ പ്രദീപ് സാറിന് അറിയുമായിരുന്നല്ലോ. അന്ന് എന്റെ പേരിൽ എന്തുകൊണ്ട് പരാതിപ്പെട്ടില്ല, എന്തുകൊണ്ട് എന്റെ പേരിൽ നടപടിയിട്ടില്ല? ഞാൻ ജയിലിൽ പുറത്തിറങ്ങിയതിനു ശേഷം അന്നും ഈ സൈക്കോ അനാലിസിസും ഹിപ്നോതെറാപ്പിയും ഒക്കെ അന്നും ഉണ്ടായിരുന്നല്ലോ. അന്നും ചെയ്യാമായിരുന്നില്ലേ? ഈ 10 വർഷങ്ങൾക്ക് ശേഷമല്ലോ അന്നുണ്ടായിരുന്നില്ലേ? ഈ സഹതടവുകാരി വെറുതെ നുണ പറയുന്നതാണ് സത്യമായ നന്ദി തെളിയിക്കാമായിരുന്നല്ലോ. അന്ന് ഒരാളും നടപടിക്ക് വന്നില്ലല്ലോ. ഷെറിന്റെ കാര്യത്തില് അന്നത്തെ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് ജഡ്ജി സുനിൽ തോമസ് സാർ വന്നത് ഒക്കെ ബോധ്യപ്പെട്ടതാ. സുനിൽ തോമസ് സാർ എന്റെ അമ്മാവനോ അച്ഛനോ ആങ്ങളെയോ ആരുമില്ല. അദ്ദേഹം നുണ പറയോ? പിന്നെ ഈ വിവരാവകാശ പ്രകാരം ഞാൻ എടുത്ത രേഖകള്, അതിന്റെ ഒരു കോപ്പി ഞാൻ നമ്മളെ അനിൽ സ്വാമിയെ തന്നിട്ടുണ്ട്. ഡോക്ടർ ജയരാജിന് അപ്പൊ അത് വായിക്കുമ്പോൾ മനസ്സിലാവും. അതപ്പോ ഇതൊക്കെ സഹതടവാരിയുടെ വെറുതെ ഒരു രാത്രി ഉറങ്ങിയ എണീറ്റപ്പോ കണ്ട സ്വപ്നമുള്ളതൊന്നും ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. ജയിലിനുള്ളിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. 19-20 വർഷത്തിന് ശേഷം അവിടെ കിടക്കുന്ന തടവുകാരി, എത്രയോ വർഷങ്ങളായിട്ട് കിടക്കുന്ന തടവുകാരിക്ക് ഇല്ലാത്ത നീതി ഷെറിന് കിട്ടേണ്ട കാര്യം എന്താ? ഷെറിനോട് ഒരു വ്യക്തിവൈരാഗ്യം ഉണ്ടായിട്ട് പറയുന്നില്ല. മറ്റുള്ള തടവുകാർക്ക് എല്ലാ തടവുകാർക്കും ഒരേ അവകാശം തന്നെയായിരിക്കണം. ഷെറിനെ പോലെ സൗന്ദര്യമോ വെളുപ്പോ രാഷ്ട്രീയത്തിൽ പിടിപാടോ ഇല്ലാത്ത പ്രതികൾ അവിടെ കിടക്കുന്നുണ്ട്. അവർക്ക് കിട്ടണം നീതി. അല്ല, ആ ഒരൊറ്റ കാരണം കൊണ്ടാണല്ലോ അല്ലെ ഈ പോരാട്ടം ആരംഭിച്ചത് ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം. എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ ഈ സമയത്ത് ഷെറിനായിട്ട് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പൊ അവരോടനുബന്ധിച്ച് വേറെ ആരുടെങ്കിലും ഈ ഡീറ്റെയിൽസ് പറ്റി എനിക്ക് കോൺടാക്ട് ചെയ്യായിരുന്നു. എനിക്ക് ഒരാളുടെ 5 പൈസ വേണ്ട. ഞാൻ ആ രീതിയിൽ ഞാൻ വളരെ നല്ല രീതിക്ക് എനിക്ക് ഒരുപാട് കടങ്ങളുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. എനിക്കിപ്പോ ജനം ടിവിയിലത്തെ സാറിന്റെ ഈ തെളിവുകളൊക്കെ കൊണ്ടുവന്ന് ടിവിയുടെ മുന്നിലോ അല്ലെങ്കിൽ ഇന്റർവ്യൂവിനോ വെളിപ്പെടുത്തേണ്ട. എനിക്ക് അത്യാവശ്യം ലോകം വെക്കേണ്ടത് എങ്ങനെ കൈകാര്യം ചെയ്യാന്ന് ഇപ്പൊ ജയരാജ് പറഞ്ഞ പോലെ കയ്യിൽ പൈസ വരാനുള്ള ഒരു മാർഗം എനിക്ക് അറിയാമായിരുന്നു. പക്ഷെ ഇത് എനിക്ക് വേണ്ടത് നീതിയാണ്. എനിക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ഷെറിന് കിട്ടേണ്ട നീതി, കിട്ടുന്ന നീതി സാധാരണക്കാരും കിട്ടണം. അത്രേ ഉള്ളൂ. ഡോക്ടർ ജയരാജ് ഒരു CPM ലൈബ്രറി ഒരുപാട് പുസ്തകങ്ങൾ ഇപ്പൊ വിയൂർ സെൻട്രൽ ജയില്, വിയൂർ വനിതാ ജയിലിൽ എടുക്കുമ്പോ ജൂൺ 19 വായനാ ദിനത്തിന്റെ അന്ന് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായിച്ചതിന് തേറമ്പി രാധാകൃഷ്ണന്റെ അവാർഡ് വാങ്ങി വെക്കി. ഞാൻ ഇഷ്ടംപോലെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ സാഹിത്യ ഭാഷയിൽ പറയുന്നതല്ലേ ഈ കാര്യങ്ങളൊക്കെ? നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സുനിത, ഈ ഡോക്ടർ ജയരാജ് പറഞ്ഞതുപോലെ 7 മണിക്ക് പിന്നെ സെല്ലിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയത് ഒരുപക്ഷെ അടുക്കളയിൽ പാചകത്തിനായിരിക്കും അല്ലെ? പാചകപ്പുരയില് അന്ന് ഷെറിന് പാചകത്തിനൊന്നുമില്ലല്ലോ. ഷെറിന് ജീവജന്ത തടവ് ശിക്ഷ വിധിക്കപ്പെട്ട ആള് ജോലി ചെയ്യണമെന്നുണ്ട്. ഷെറിൻ ജോലി ചെയ്യാറുണ്ടായിരുന്നില്ല അവിടെ. മാത്രമല്ല ഇപ്പൊ ക്യൂലിൽ നിന്ന് ഭക്ഷണം വാങ്ങാൻ ഷെറിന് അവിടുത്തെ ജയിലിലത്തെ ഭക്ഷണം ഒന്നല്ല, ഷെറിന് 3 നേരം പുറമെ നിന്നുള്ള ഭക്ഷണമായിരുന്നു. ഷെറിന്റെ ഫോൺ ഉപയോഗിച്ചാണ് ഞാനാണ് പരാതി കൊടുത്തത്. ഷെറിന്റെ ഫോണിൽ നിന്ന് ബ്ലൂ ബ്ലാക്ക് നൈറ്റേഴ്സ് പ്രതി ബിന്ദിയ തോമസ് വിളിച്ച നമ്പർ അടക്കം എടുത്തിട്ടാണ് ഞാൻ പരാതി കൊടുത്തത്. എന്നിട്ട് എന്താ നടപടി എടുക്കാനത്? അന്ന് നുണപരിശോധന അന്ന് എന്തുകൊണ്ട് നുണപരിശോധന നടത്തില്ല എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതെ, അന്ന് ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അല്ലേ? അന്നും ഉണ്ടായിരുന്നു സൈക്കോ അനാലിസും ഈ ഹിപ്നോതെറാപ്പിയും ഒക്കെ.
അന്ന് പ്രദീപ് സാറിന് പേരിന് പോലും എന്റെ പേരിൽ പരാതി കൊടുത്തില്ല എന്നുള്ളതാണ് സത്യം. അന്ന് എന്റെ പേരിൽ ഞാൻ കൊടുത്ത പരാതിയുടെ അന്വേഷണം നടത്തായിരുന്നെങ്കിൽ എന്ത് തന്നെയായാലും അവിടുത്തെ റിമാൻഡ് തടവുകാരെങ്കിലും പറയുമായിരുന്നു. ഇന്നിപ്പോ റിമാൻഡ് തടവുകാരനില്ല. അന്ന് ശിക്ഷാ തടവുകാരെന്നെ പറയായിരുന്നു. കാരണം ഷെറിനോട് അമർഷമുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. ഷെറിന്റെ അവിടുത്തെ ലീലാവിലാസങ്ങൾ കണ്ടിട്ട് താല്പര്യമില്ലാത്ത ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. 2-3 ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നുള്ളൂ മാത്രം. സുനിത അഭിമുഖത്തിൽ അവസാനം പറഞ്ഞ ആ വാക്കുകളാണ് എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായിട്ട് തോന്നിയത്. അതായത് ഈ ജയിലിൽ കിടക്കുന്ന ക്രിമിനലുകളെക്കാൾ ക്രിമിനലുകളാണ് ഈ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ, അതുപോലെ ഈ ഉദ്യോഗസ്ഥർ. ശരിയല്ലേ അത്? അല്ലേ? ഇപ്പോൾ എക്സ് കൺവിക്റ്റ് ആയതുകൊണ്ട് സുനിത പറഞ്ഞത് മുഖവിലക്കെടുക്കരുത് എന്നാണ് ഡോക്ടർ ജയരാജിന്റെ കണ്ടെത്തൽ. പക്ഷേ അതെ, അപ്പൊ കണ്ടതൊന്നും പുറത്തു പറയരുത് എന്നാണോ? ഇപ്പൊ 10 വർഷത്തിന് ശേഷം ആണ് ഈ വെളിപ്പെടുത്തലെങ്കിൽ ഓക്കെ. പക്ഷേ അന്നേ തുടങ്ങിയ പോരാട്ടമാണ് ഡോക്ടർ ജയരാജ്. അത് തുറന്ന് പറയാനുള്ള ആ ചങ്കൂറ്റം, അതിനെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്, അല്ലാതെ അവരെ പരിഹസിക്കുകയല്ല വേണ്ടത്, അല്ലെങ്കിൽ ആക്ഷേപിക്കുകയല്ല വേണ്ടത്. യെസ്, അഞ്ജു എന്തായാലും പറഞ്ഞോളൂ സുനിത, പറഞ്ഞോളൂ. ഇപ്പൊ ഇന്നലെ മുതൽ ഇന്ന് ഈ സമയം വരെ എന്റെ വീട്ടുകാർ, എന്റെ ഭർത്താവിന്റെ വീട്ടുകാർ, എന്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് ഇപ്പോഴും നിരുത്സാഹപ്പെടുത്തിയിരിക്കുന്നത് ഈ കാര്യങ്ങൾ തുറന്നു പറയണ്ട, കാരണം പാർട്ടിപരമായിട്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും എന്നെ ദ്രോഹിക്കും, എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നതാണ്. അതിന്റെ ഇടയിൽ എന്റെ ഒരു സുഹൃത്ത് മാത്രം, തൃശ്ശൂരുള്ള ജിത്തുമോ എന്നിട്ട് എന്റെ വളരെ അടുത്ത സുഹൃത്തുണ്ട്, ആള് മാത്രം എന്നോട് പറഞ്ഞു, നിനക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങള് നീ തുറന്നു പറഞ്ഞു, അതിന്റെ വലിയൊരു പ്രശ്നം ഉണ്ടാവുമല്ലേ. പ്രശ്നം ഉണ്ടായാലും പ്രശ്നം ഉണ്ടായാലും ഒരു പ്രശ്നമുള്ള കാര്യമില്ല. ഒരാൾ വലിയാടായാലും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് അങ്ങനെയാണ്. നമ്മളൊരാൾ വലിയാടായാലും ഒരു സമൂഹം രക്ഷപ്പെട്ടെന്നെങ്കിൽ രക്ഷപ്പെട്ടാണ്. ഞാനിപ്പോഴും ഒരു CPM അനുഭാവി തന്നെയാണ്. ഒരുപാട് പേർക്ക് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ കുറച്ചു പേർക്ക് ഇത് ഒരു ഉപകാരം ഉണ്ടാവണമെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ സുനിത ഷെറിന് വലിയ പിടിപാടുള്ള കക്ഷിയാണ് കേട്ടോ. ഇനിയിപ്പോ അഥവാ പുറത്തിറങ്ങുകയാണെങ്കിൽ ഞാൻ അതോടെ നേരിട്ട് കണ്ടിട്ടുള്ളതല്ലേ അവളുടെ പിടിപാടൊക്കെ. അവിടുത്തെ എന്ത് പിടിപാടുണ്ടായാലും കുഴപ്പമില്ല. ഇതിപ്പോ ഇത്രയും സത്യങ്ങൾ ഞാൻ പറഞ്ഞു. ഞാൻ അറിഞ്ഞിട്ടുള്ള സത്യങ്ങൾ ഒരു ഭാഗം തന്നെ സാറിന്റെ കയ്യിൽ തെളിവായിട്ടുണ്ട്. ഇപ്പൊ ഞാനൊന്നും വ്യക്തിയില്ലാതായാലും തെളിവുകളൊക്കെ എപ്പോഴും ബാക്കി ഉണ്ടാവില്ല സാറേ. തീർച്ചയായും. എന്തായാലും ഈ പോരാട്ടത്തോടൊപ്പം ഞങ്ങളും ഉണ്ട്. സുനിത പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഇപ്പോൾ ഷെറിൻ ഇറങ്ങിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഷെറിനേക്കാൾ 5-6 വർഷം തടവറയിൽ കഴിയുന്ന, അതും കാഴ്ചശക്തി ഇല്ലാത്ത അവർക്ക് എന്തുകൊണ്ട് ഈ നീതി ലഭിക്കുന്നില്ല? അത് മാത്രമേ ഉള്ളൂ. അവരെ ഇതിൽ ഉൾപ്പെടുത്താനായിട്ട് ഉപദേശക സമിതി അംഗം ഇത്രയും പേരുടെ ലിസ്റ്റിൽ അവരെ കണ്ടില്ല എന്നുള്ളതാണ്. മറ്റുള്ള തടവുകാർ 19-20 വർഷത്തെ ലേഖ, വിദ്യാലക്ഷ്മി, രമ്യ ഇവരൊക്കെ പെട്ട 2 കണ്ണെങ്കിൽ ആശയില്ലാത്ത സ്ത്രീയെങ്കിലും ഉൾപ്പെടുത്തിക്കൂടെ? ആ വർഗീസ് വധക്കേസിൽ ലക്ഷ്മണയ്ക്ക് വേണ്ടിയിട്ട് DSP ലക്ഷ്മണയ്ക്ക് വേണ്ടിയിട്ട് 5 പേരെ ഉൾപ്പെടുത്തിയിരുന്നു. അതേപോലെ ഈ കണ്ണ് കാണാത്ത സ്ത്രീയെയും കൂടിയിട്ട് ഉൾപ്പെടുത്തായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. യെസ്, അവർക്ക് വേണ്ടി വാദിക്കാനൊന്നും നമ്മുടെ രാഷ്ട്രീയക്കാരൊന്നും ഇല്ലല്ലോ സുനിത, അല്ലേ? അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് അവരോട് അനുകമ്പയുള്ള ഉദ്യോഗസ്ഥരെ കണ്ടിട്ടുണ്ടോ ജയിലില്? ഇല്ല, സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ആരാ? ഇവരിൽ നിന്നെങ്കിലും പ്രത്യുപകാരം പ്രതീക്ഷിക്കുന്നു. എല്ലാവരും പ്രത്യുപകാരം പ്രതീക്ഷിക്കുന്നു, ഒരു തരത്തിലേക്ക് മറ്റൊരു തരത്തിൽ.